നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്ന തേർഡ് ഹൊക്കാഗെ. കാര്യങ്ങളെല്ലാം നല്ലതുപോലെ കൈകാര്യം ചെയ്യും. ഷിനോബിയുടെ നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ഒരു ശക്തനായ ഹൊക്കാഗെയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിലൊരാളെയാണ് നമുക്ക് ആവശ്യം. ആഹാ, നമുക്ക് അങ്ങനത്തെ ഒരാളെ കണ്ടെത്താൻ കഴിയോ? ലീഫിലെ ഇതിഹാസ സൈനികരിൽ നിന്ന് ഒരു റൈച്ചിമാരുവിനെ തിരഞ്ഞെടുക്കാനാണ് ഞാൻ ശുപാർശ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു ലോർഡ് തേർഡ്? എന്നിരുന്നാലും ഒരു പോരാളിയുടെ അടങ്ങാത്ത ഇച്ഛാശക്തിയാണ് ആ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഹൊക്കാഗെയെ ചുമതലയേറ്റാൽ അത് നല്ലതാവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ മിനാറ്റോ നാമിക്കയുടെ പേര് ശുപാർശ ചെയ്യുന്നു. അവൻ ജിറായയുടെ കീഴിൽ വിദ്യാഭ്യസിച്ച ഷിനോബിയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ശിഷ്യന്റെ ശിഷ്യൻ. അവൻ വളരെ കഴിവുള്ളത് കൊണ്ട് അവനെ യെല്ലോ ഫ്ലാഷ് എന്നറിയപ്പെടുന്നത്. അവൻ കറാവി ബ്രിഡ്ജ് യുദ്ധം ജയിച്ചവനാണ്. അതുപോലെ 3ാം ഗ്രേഡ് ഷിനോബി യുദ്ധത്തിന്റെ അവസാനത്തിന് തുടക്കം കുറിച്ചത് അവനാണെന്നും വേണമെങ്കിൽ പറയാം. ഈ ഗ്രാമത്തിന്റെ യശസ് നീ എന്നും കെടാതെ സൂക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലീഫ് വില്ലേജിന്റെ ഭാവിയായി ഞാൻ നിന്നെയാണ് കണക്കാക്കുന്നത്. അതിലൂടെ മൊത്തം ഷിനോബി ലോകത്തിന്റെ ഭാവിയെ നീ നിശ്ചയിക്കും. അങ്ങയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും. അത് എന്താണെന്ന് വെച്ചാ അത് 4ാമത്തെ ഹൊക്കാഗെ ആരാണെന്ന് പ്രഖ്യാപിച്ചു. ഞാൻ അയാളുടെ പേര് പറഞ്ഞാൽ നീ ഞെട്ടും. അടുത്ത ഹൊക്കാഗെ ആകാൻ പോകുന്നത് മിനാറ്റോ സെൻസിയാണ്. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല. കരുത്ത ക്ഷത്രിയനല്ല, ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല.